പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ജോർജ് കള്ളിവേൽ സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഗുഡ് ഈവനിങ് സാർ. നമസ്കാരം ജോജി. ഓക്കെ, ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ കണ്ണുകളും ഇപ്പോൾ ബീഹാറിലേക്കാണ്. ബീഹാറിൽ ഇപ്പോൾ മഹാസഖ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. തമ്മിലുള്ള പടലപ്പിണക്കങ്ങളെല്ലാം മറന്നുള്ള ഒത്തുചേരലാണ്. എത്രത്തോളം സ്വാധീനം ചെലുത്താൻ മഹാസഖ്യത്തിന് അവിടെ കഴിയും? എന്തൊക്കെയാണ് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങ് വിലയിരുത്തുക? ഏതായാലും ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ സ്ഥാനാർത്ഥി പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീരുമാനം കഴിഞ്ഞത് തൊട്ടു പിന്നാലെ, അതിന് തൊട്ടു മുമ്പായി അവസാന ദിവസമെങ്കിലും മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ മഹാസഖ്യം, പ്രതിപക്ഷ മഹാസഖ്യം അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ നേതാവിനെ, മുന്നണിയുടെ മുഖത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് RJD നേതാവ് ശ്രീ തേജസ്വി യാദവാണ്. യുവത്വവും പ്രസരിപ്പുമുള്ള ഒരു നേതാവാണ്. പക്ഷെ അഴിമതി ആരോപണത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളാണ് അതിനൊരു വലിയ തലവേദനയായി കണ്ടത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്ര നാളും അത് പ്രഖ്യാപിക്കുന്നതിന് വൈകിയത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ പിന്നീട് നമുക്കറിയാം, സഖ്യകക്ഷിയായിട്ടുള്ള മുൻ ഒരു ബോട്ടുടമയുടെ മകനായ മത്സ്യത്തൊഴിലാളികളുടെ ഒരു നേതാവായ വികാസ്ശീൽ പാർട്ടിയുടെ മുകേഷ് സഹാനിയെ ഉപമുഖ്യമന്ത്രിയായും, അദ്ദേഹത്തിന്റെ വലിയ ആവശ്യമായിരുന്നു രണ്ടുപേരുടെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കണമെന്ന്. കോൺഗ്രസ് അതിനോട് വഴങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, മുതിർന്ന നേതാവ് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി ശ്രീ അശോക് ഗെഹ്ലോട്ടിനെ അങ്ങോട്ട് പറഞ്ഞുവിട്ട് പറ്റ്നയിലേക്ക് അയച്ച് അവിടെ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് തീർച്ചയായിട്ടും ഒരു മുഖം ഉണ്ടാവണം, അതൊരു നേതാവ് ഉണ്ടാവണം. പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മത്സരിക്കുന്നുവെന്ന് NDA പറയുമ്പോൾ പോലും നിതീഷിനെ അടുത്ത മുഖ്യമന്ത്രിയായി BJP പ്രഖ്യാപിക്കുന്നില്ല. പ്രത്യേകിച്ച് അമിത്ഷാ എടുത്തു പറഞ്ഞിട്ടുണ്ട്, MLA മാർ കൂടിയിരുന്ന NDA MLA മാർ കൂടിയിരുന്നായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും നേതാവിനെ തെരഞ്ഞെടുക്കുക എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നിതീഷിന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണെന്നുള്ള സൂചനകളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിതീഷ് കുമാറിന്റെ ഒരു നേതൃത്വത്തിലാണ് മത്സരിക്കുന്ന നേതൃത്വത്തിലാണെങ്കിലും അദ്ദേഹം അല്ല ഭാവി മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് JDU ആയിരിക്കില്ല, BJP ആയിരിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട. കാരണം അതിലേക്ക് BJP പിടിമുറുക്കി വരികയായിരുന്നു. BJPക്ക് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതുപോലെ ഈ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ രണ്ടുപേർക്കും കുറച്ചിട്ടുണ്ട്. 101 വീതം സീറ്റുകളിലാണ് രണ്ട് പാർട്ടികൾ മത്സരിക്കുന്നത്. JDUവിന്റെ ഒപ്പം മത്സരിക്കുന്നു എന്നത് തന്നെ BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഏറ്റവും പുതിയ രൂപമാണ്. എന്തായാലും പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തിലെ അല്ലെങ്കിൽ പ്രതിപക്ഷ മഹാസഖ്യത്തിലെ പാർട്ടികളെ സംബന്ധിച്ചുള്ള അവിടെ ഇടതുപക്ഷ പാർട്ടികളുണ്ട്. CPI ML ആണ് പ്രധാന പാർട്ടി. ദീപാങ്കർ ഭട്ടാചാര്യയുടെ നേതൃത്വത്തിൽ അദ്ദേഹവും ഇന്ന് പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. പട്നയിലെ മൗര്യ ഹോട്ടലിൽ നടന്ന പത്രസമ്മേളനത്തില് ഈ നേതാക്കള് തേജസ്വിയെയും വികാസ്ശീൽ പാർട്ടിയുടെ VIP പാർട്ടിയുടെ മുകേഷ് സഹാനിയെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് ശ്രീ ദീപാങ്കർ ഭട്ടാചാര്യയെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് അശോക് ഗെഹ്ലോട്ട് പ്രഖ്യാപനങ്ങൾ നടത്തിയത്. എന്തായാലും ഞങ്ങള് BJP ഗവൺമെന്റിനെ അല്ല NDA സർക്കാരിനെ പുറത്താക്കാനായി ഒന്നിക്കുന്നു, അതിനുവേണ്ടി ഏത് വിട്ടുവീഴ്ചയും ചെയ്യുമെന്ന ഒരു കൃത്യമായ സൂചനയാണ്. ആ സൂചന മാത്രമല്ല, ഏതാണ്ട് അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇരട്ട എഞ്ചിൻ എന്ന് പറയുന്നത് തട്ടിപ്പാണെന്നും ഒരു എഞ്ചിൻ അഴിമതിയും മറ്റൊരു എഞ്ചിൻ കുറ്റകൃത്യവുമാണെന്നാണ് ഇന്ന് പറഞ്ഞത് അദ്ദേഹം. അതുപോലെ തന്നെ നിതീഷിനെ ഇവിടെ അനീതി ചെയ്തു എന്നാണ് പ്രധാനമായും ഇന്ന് നമ്മുടെ തേജസ്വി യാദവ് അതിന് ഫോക്കസ് ചെയ്തത്. അത് ഇതിലൂടെയൊക്കെ വന്നിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതിനേക്കാൾ ഏറെ വീറും വാശിയോടുകൂടി പ്രവചനാതീതമായി കൂടുതൽ ശക്തിയുമായി ഒരു പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ആർക്ക് ജയിക്കാം എന്ന കാര്യത്തില് നമുക്ക് നവംബർ 14 വരെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം. അല്ല, അത്രയ്ക്ക് ചൂടേറിയ ഒരു മത്സരമാണ് ഇനി ബീഹാറിൽ കാണുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രധാന സ്റ്റേറ്റ് ആണ്. UP കഴിഞ്ഞാൽ ഏറ്റവും അധികം MP-മാരും MLA-മാരുമുള്ള ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന സ്റ്റേറ്റ് ആണ്. ഇന്ത്യ ഹാർട്ട്ലാൻഡിലെ ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനമാണ്. അതിനാൽ തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങള് തീർച്ചയായിട്ടും ദേശീയ തെരഞ്ഞെടുപ്പിലെയും ബാക്കി വരാനിരിക്കുന്ന NDA ഇന്ത്യ സഖ്യം പോരാട്ടത്തിനും ഒക്കെ അത് വലിയ ബാധകമാകും. ഇത് ഇന്നത്തെ പ്രഖ്യാപനം ഒരു NDA സഖ്യത്തിനും NDA സഖ്യത്തിനെതിരെ പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മുന്നേറ്റമാണ് എന്ന കാര്യത്തിൽ സംശയമാണ്.
സാർ, തേജസ്വി യാദവ് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വോട്ടർമാർക്ക് നൽകിയിട്ടുള്ളത്. ജീവികാ ദീദിമാർക്ക് 30,000 രൂപ മാസശമ്പളം കൊടുക്കും, അവരുടെ ലോൺ എഴുതിത്തള്ളും, പലിശരഹിത വായ്പ കൊടുക്കും, 2 ലക്ഷം പേർക്ക് ഇൻഷുറൻസ് കൊടുക്കും, അങ്ങനെ ഒരു വീട്ടിൽ ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കും. അങ്ങനെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളാണ്. അതിനെതിരെ BJP ഇത് വളരെ ക്രൂരമാണ്, ഓൾറെഡി നിതീഷ് നടപ്പിലാക്കിയതാണ് എന്നെല്ലാം BJP തിരിച്ചടിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങളെല്ലാം വോട്ടാകുമെന്ന് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വോട്ടർമാരെ സ്വാധീനിക്കും. അത് തന്നെയാണല്ലോ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ അവിടെ നടത്തിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR, അതിനെതിരെ ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ വോട്ടധികാർ റാലി വലിയ പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ വോട്ടാക്കി മാറ്റുവാനുള്ള ഒരു സംഘടനാ ശേഷി നിലവിൽ കോൺഗ്രസിനില്ല. RJDക്കും ചില പരാധീനതകളുണ്ട്. നമുക്കറിയാം, അഴിമതി കേസുകള്, പിന്നെ കഴിഞ്ഞ കുറച്ചു വർഷമായിട്ടും അധികാരത്തിൽ നിന്ന് പുറത്തിരിക്കുന്നതുകൊണ്ട്, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരത്തിൽ നിന്ന് പുറത്തിരിക്കുന്നതുകൊണ്ട് വേണ്ടത്ര ഫണ്ടില്ലായ്മ. അതേസമയം മറുവശത്ത് അധികാരവും ആവശ്യത്തിലേറെ വൻ തുകയും പണക്കൊഴുപ്പും അധികാരക്കൊഴുപ്പും ചേർന്ന് ആണ് NDA കേന്ദ്രത്തിലെയും ബീഹാറിലെയും ഭരണത്തിന്റെ സ്വാധീനം. ഇതൊക്കെയാണെങ്കിലും കഴിഞ്ഞ തവണ നമുക്കറിയാം ജനം കണ്ടത് RJD ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായി മാറിയത്. അന്ന് RJDയും JDUവും ഒന്നിച്ചു നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ആ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലും നിതീഷ് കുമാറിന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ RJDക്ക് കീഴിൽ നിൽക്കേണ്ടി, കാരണം ഭൂരിപക്ഷം MLA-മാരുടെ എണ്ണത്തിൽ കൂടുതൽ അവിടെയായിരുന്നു. മന്ത്രിസഭയിലും കൂടുതൽ പ്രാതിനിധ്യം RJDക്ക് വന്നു. അപ്പോ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നെങ്കിലും ഭരണത്തിൽ വേണ്ടത്ര സ്വാധീനമില്ല എന്ന് തോന്നിയത് കൊണ്ടുകൂടിയാണ് അദ്ദേഹം പെട്ടെന്ന് വീണ്ടും മറുകണ്ഠം ചാടിയത്. BJP-യെ 10-20 വർഷത്തെ ബാന്ധവ അവസാനിപ്പിച്ചാണ് അദ്ദേഹം രണ്ടാമത് RJD-യോട് ചേർന്ന് ഗവൺമെന്റ് ഉണ്ടാക്കിയത്. അത് പെട്ടെന്ന് തന്നെ ആ സഖ്യം ഉപേക്ഷിച്ച് വീണ്ടും BJP-യെ കെട്ടിപ്പിടുന്നു. BJP-ക്കാണെങ്കിൽ ഏത് വിധേനയും അധികാരം പിടിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള BJP തങ്ങളെ തന്നെ ചവിട്ടിയിട്ട് പോയ ഈ JDU നേതാവ് നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രിയായും നേതാവായും അംഗീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വന്നത്. പക്ഷെ സാവധാനം, അദ്ദേഹത്തിന്റെ പ്രായം ഒരു തടസ്സമാണ്. ഈ അടുത്ത ജനുവരിയിൽ അദ്ദേഹത്തിന് 75 വയസ്സ് തികയും. 1-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ പിറന്നാള്. അതിനാൽ തന്നെ ഇനി നിതീഷിനെ, അദ്ദേഹം ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി പലതവണ വളരുന്നു. സ്വാഭാവികമായിട്ടും നിതീഷ് കുമാർ ഒരു കാലഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ ഏറ്റവും അധികം ശക്തമായി സ്വാധീനിച്ചിരുന്ന നേതാവായിരുന്ന നിതീഷ് കുമാറിനെ സാവധാനമെങ്കിലും BJP പുറകോട്ട് തള്ളുകയാണ്. അതിന്റെ ഒരു നേട്ടം BJP രാഷ്ട്രീയമായി ഉണ്ടാക്കാമെന്നാണ് BJP-യുടെ കരുതൽ. ഇതിനെതിരെ പ്രതിപക്ഷം മഹാസഖ്യം തീർച്ചയായിട്ടും വലിയ പ്രതിരോധമാണ് ഉയർത്തുന്നത്. പ്രതിപക്ഷത്തിന്റെ ഒരു തിരിച്ചുവരവുണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. തീർച്ചയായിട്ടും. ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ നിമിഷവും ട്വിസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ശരിക്കും 14-ാം തീയതി വൈകുന്നേരത്തോടു കൂടി മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം അത്രത്തോളം ചൂട് പിടിച്ചു കഴിഞ്ഞു ബീഹാറിന്റെ ഓരോ രക്തത്തുള്ളികൾക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ബീഹാറിനെ കുറിച്ചുള്ള വരും ദിവസങ്ങളിലും നമുക്ക് സംസാരിക്കാൻ സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോർജ് കള്ളിവേൽ സാറാണ്. വളരെ നന്ദി സാർ. എന്തായാലും